ഇന്ന് നമ്മൾ 2 വെറൈറ്റി ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രൊസീജിയറൊക്കെ കാണിച്ചു തരാം. ഇത് ചിലർക്കെങ്കിലും അറിയാം, ഒട്ടുമിക്ക ആൾക്കാരും ഒരു ചായയുടെ ഡീറ്റെയിൽസ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, പക്ഷേ അറിയാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടത് മനസ്സിലാക്കുക, അതിൻ്റെ ഗുണങ്ങളും അറിയുക കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കറിവേപ്പില ചായയാണ്. അത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ തേയില തിളപ്പിക്കുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഉണ്ടാക്കുന്നത് കേട്ടോ. കറിവേപ്പിലയുടെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കറിവേപ്പിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുള്ളതിനാൽ മുടി കൊഴിച്ചിൽ മാറ്റി മുടി തഴച്ചു വളരാൻ സഹായിക്കുന്നു. വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും കറിവേപ്പില പതിവായി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി ലിവറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കറിവേപ്പില സഹായിക്കും. രുചിയോടൊപ്പം ആരോഗ്യവും ഇത് നൽകും. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഞ്ചി ചായയാണ് കേട്ടോ. ഇഞ്ചിയുടെ ആ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയാമായിരിക്കും, ഇഞ്ചി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്ന് പറയണ്ട, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയുടെ ഗുണങ്ങളും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. വയറ് വീർക്കുന്നതും ഗ്യാസ് ട്രബിളും കുറയ്ക്കാനും ഇഞ്ചി ചായ വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുകയും ജലദോഷം, ചുമ എന്നിവയിൽ നിന്ന് ആശ്വാസം തരികയും ചെയ്യുന്നു. ക്ഷീണവും തലകറക്കവും മാറ്റുന്നു. യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന തലകറക്കവും മോർണിംഗ് സിക്നസ്സും കുറയ്ക്കാൻ ഇഞ്ചി സഹായിക്കും. മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പില്ലാതാക്കാൻ ഇഞ്ചി ചായ സഹായിക്കുന്നു. ഞാൻ കറിവേപ്പില ചായ കുറച്ചാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചാദ്യം ഒരു ട്രയൽ എന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ കുടിച്ചു വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് കുടിച്ചപ്പോൾ ഒരു ചവർപ്പ് പോലെ തോന്നിയെങ്കിലും പിന്നീട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇഞ്ചി ചായയാണ് കുടിക്കാൻ പോകുന്നത്. അത് കുടിച്ചപ്പം ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമ്മൾ വീട്ടിലായാലും ഏലക്കയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചായ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ടേസ്റ്റോട് കൂടി തന്നെ കുടിക്കാറുമുണ്ട്. ഞാൻ ഒരുപാട് പാലുകൾ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടാക്കാതിരിക്കാൻ അത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ എന്താ പറയുക, നമ്മളെ തന്നെ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ ഈ ഒരു 2 ചായയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെടുത്താനാണ്. അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, ഒന്നും കൂടി പറയുകയാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അറിയാത്തവർ ചുരുക്കമായിരിക്കും. എന്നാലും കറിവേപ്പിലയുടെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും അതേപോലെ ഇതിൽ ഏത് ചായയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് തോന്നുന്നത് അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് അതുപോലുള്ളൊരു വീഡിയോസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വളരെ ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുക്കിംഗ് അതുപോലെ പാചകം പഠിച്ച് വരുന്ന കുട്ടികൾക്ക് അവരുടെ അറിവിലേക്ക് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും പാചകം അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും bye bye, have a nice day, God bless you all.